അത് ജനങ്ങളുടെ ഭാഗ്യമാകും. വയനാട്ടിൽ രാഹുലിന്റെ സാന്നിധ്യമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. സിദ്ദിഖിന്റെ പ്രതികരണത്തിലേക്ക്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനത്തോട് പ്രതികരിക്കാൻ ടി സിദ്ദിഖ് നമുക്കൊപ്പം ചേരുകയാണ്. ഒരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു. ഈ തീരുമാനത്തെ എങ്ങനെ നോക്കിക്കാണും? ഏറെ സന്തോഷവും അഭിമാനവുമുള്ള നിമിഷമാണിത്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ള ഡിമാൻഡ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു, വയനാട്ടിൽ നിന്നുണ്ടായിരുന്നു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ആ എല്ലാ സാഹചര്യവും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് BJPയെ താഴെ ഇറക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കടന്നിരിക്കുന്നു. ഏറെ സന്തോഷമാണ്, അഭിമാനമാണ് ഈ തീരുമാനം ഉണ്ടാകുന്നതിൽ. ഞങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കും. ഇന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്ലാൻ ചെയ്തിരുന്നു. ഇനി ആ നടപടിക്രമങ്ങളൊക്കെ ഏത് തരത്തിലായി മുമ്പോട്ട് പോകും? വയനാട് പാർലമെന്റ് കൺവെൻഷൻ അതേപടി തുടരും. അനുബന്ധ പ്രവർത്തനങ്ങൾ അതേപടി തുടരും. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനന്തരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടാവും. ഇടതുപക്ഷത്തിൻ്റെ മത്സരത്തെ എങ്ങനെ നോക്കുകയാണ്? ഇനിയിപ്പം ഇടതുപക്ഷത്തിൻ്റെ മത്സരം ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു വിഷയമല്ല. ടി സിദ്ദിഖ് വയനാട്ടിൽ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് അദ്ദേഹം